ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 15 പുരുഷോത്തമയോഗം. ശ്ലോകം 19. യോ മാമേവമസമ്മൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. വിവർത്തനം. എന്നെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെന്ന് നിസ്സംശയം അറിയുന്നവർ എല്ലാം അറിയുന്നവരാണ്. ഹേ ഭാരത, അതുകൊണ്ട് അവർ എൻ്റെ ഭക്തിയുത സേവനത്തിൽ പൂർണ്ണമായും മുഴുകിയിരിക്കുന്നു. ഭാവാർത്ഥം: ജീവസത്തകളുടെയും നിരപേക്ഷ തത്വത്തിൻ്റെയും മൂലസ്വരൂപത്തെപ്പറ്റി താത്വികങ്ങളായ പല ഊഹാപോഹങ്ങളുമുണ്ട്. ഈ ശ്ലോകത്തിൽ ഭഗവാൻ തീർത്തു പറയുന്നു, ശ്രീകൃഷ്ണൻ തന്നെ പരമപുരുഷൻ എന്നറിയുന്നവരാണ് പരിപൂർണ ജ്ഞാനം സിദ്ധിച്ചവരെന്ന്. അല്പജ്ഞാനി നിരപേക്ഷ തത്വത്തെപ്പറ്റിയുള്ള ഊഹാപോഹങ്ങളിൽ മുഴുകി സമയം പാഴാക്കുന്നു. ജ്ഞാനസിദ്ധനാകട്ടെ സമയം പാഴാക്കാതെ നേരെ കൃഷ്ണാവബോധത്തിലൂടെ ഭക്തിപൂർവം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നു. ഭഗവത്ഗീതയിൽ ഉടനീളം ഈയൊരു സത്യത്തെയാണ് ഊന്നി പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടും ചില ഭഗവത്ഗീതാ വ്യാഖ്യാതാക്കൾ നിരപേക്ഷ തത്വവും ജീവാത്മാവും ഒന്നു തന്നെയെന്ന് വാശി പിടിക്കുന്നു. വേദജ്ഞാനത്തെ ശ്രുതി അഥവാ കേട്ടറിയേണ്ടത് എന്ന് പറയുന്നു. കൃഷ്ണനിൽ നിന്നും ഭഗവത് പ്രതിനിധികളായ പ്രാമാണികരിൽ നിന്നും കേട്ടറിയേണ്ടതാണ് വേദസന്ദേശം. ഇവിടെ കൃഷ്ണൻ ഈ വിഷയങ്ങളെ അത്യന്തം വിശകലനം ചെയ്താണ് പ്രതിപാദിക്കുന്നത്. ഇതിൽ നിന്നാണ് ഒരാൾ കേട്ടു ഗ്രഹിക്കേണ്ടതും. പന്നികളെപ്പോലെ കേട്ടതുകൊണ്ട് മാത്രമായില്ല പ്രാമാണികരിൽ നിന്ന് അത് മനസ്സിലാക്കുകയും വേണം. കാൽപ്പനികങ്ങളായ ഊഹാപോഹങ്ങൾ നടത്തണമെന്നില്ല. ജീവസത്തകളെല്ലാം എപ്പോഴും പരമപുരുഷനായ ഭഗവാന് അധീനരാണെന്ന സത്യം ഭഗവത്ഗീതയിലൂടെ വിനയപുരസരം കേട്ടറിയുക. ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നവർക്ക് മാത്രമേ വേദോദ്ദേശ്യം ഗ്രാഹ്യമാവുകയുള്ളൂ എന്നാണ് ഭഗവത് മതം. മറ്റാർക്കും വേദോദ്ദേശ്യം അറിയില്ല. ഭജതി എന്ന വാക്ക് ശ്രദ്ധിക്കുക. ഭഗവത് സേവനത്തോട് ബന്ധപ്പെടുത്തി ഈ വാക്ക് പല സ്ഥലങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഒരാൾക്ക് തികച്ചും കൃഷ്ണാവബോധമുണ്ടെങ്കിൽ, ഭഗവത് സേവനത്തിൽ തത്പരനാണെങ്കിൽ അയാൾക്ക് വേദജ്ഞാനം പൂർണ്ണമായുണ്ടെന്ന് മനസ്സിലാക്കാം. കൃഷ്ണന്റെ ഭക്തിയുത സേവനത്തിൽ മുഴുകിയവന് പരമ നിരപേക്ഷ തത്വം മനസ്സിലാക്കാൻ മറ്റൊരാധ്യാത്മിക പ്രക്രിയയും ആവശ്യമില്ലെന്ന് വൈഷ്ണവ പരമ്പര പ്രസ്താവിച്ചിട്ടുണ്ട്. ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് അയാൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. വിവേകത്തിൻ്റെ പ്രാരംഭ പടവുകളെല്ലാം പിന്നിട്ടിരിക്കുന്നു. 100,000 ജന്മങ്ങൾ തത്വാന്വേഷണത്തിൽ ചെലവാക്കിയിട്ടും കൃഷ്ണൻ തന്നെ പരമപുരുഷനെന്നും അദ്ദേഹത്തിന് സ്വയം സമർപ്പിക്കണമെന്നുമുള്ള നിലപാടിലെത്താത്തവർക്കാകട്ടെ അത്രയും ജന്മങ്ങളിലെ തത്വാന്വേഷണവും അതിന് ചെലവാക്കിയ സമയവും പാഴായി പോയതു തന്നെ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.